ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തീൻ വേദപാഠകം നോമ്പുകാലം 2-ാം ഞായർ. പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാമത്തെ അധ്യായം 8 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. 2-ാമത്തെ വായന. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ തടവുകാരനായ എന്നെയും കുറിച്ച് നീ ലജ്ജിക്കാതെ സുവിശേഷത്തിന് വേണ്ടി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായ വിളിയാൽ നമ്മെ വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, അവിടുത്തെ സ്വന്തം നിശ്ചയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമാണ്. ഈ കൃപ സകല യുഗങ്ങൾക്ക് മുൻപേ ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. മരണത്തെ ഇല്ലാതാക്കുകയും തന്റെ സുവിശേഷത്തിലൂടെ ജീവനും അക്ഷയത്വവും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ ഇത് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. പൗലോസിന്റെ ഈ തിരുവചനങ്ങൾ ഗ്രഹിക്കാൻ ഈ ലേഖനം, തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം എഴുതപ്പെട്ട പശ്ചാത്തലം അറിയുന്നത് വളരെ നന്നായിരിക്കും. കാരണം അവന്റെ തടവുകാരനായ ഞാൻ നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ തടവുകാരനായ എന്നെയും കുറിച്ച് നീ ലജ്ജിക്കരുത്. അപ്പൊ തടവുകാരനാണ്, തടവിൽ നിന്നാണ്, അതായത് കാരാഗ്രഹത്തിൽ നിന്നാണ് ഈ കത്ത് എഴുതുന്നത്. അപ്പോ ഈ 1:17 കൃത്യമായിട്ട് പറയുന്നുണ്ട് റോമായിലെ കാരാഗ്രഹത്തിൽ നിന്നാണ് പൗലോസ് ലേഖനം എഴുതുന്നതെന്ന്. ഈ ലേഖനത്തില് 2 തിമോത്തി 1:17 തന്റെ മരണം അടുത്തെത്തിയിരിക്കുന്നുവെന്നും വ്യക്തമാക്കുന്നു. 4-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തില്. ക്രിസ്തുപക്ഷം 60-62 കാലയളവില് പൗലോസ് റോമായിലെ കാരാഗ്രഹത്തിലുണ്ടായിരുന്നു. ആ കാരാഗ്രഹമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് തടങ്കലായിരുന്നുവെന്ന് സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 28:16 പറയുന്നുണ്ട്. 2 വർഷം ക്രിസ്തുപക്ഷം 60-62 കാലയളവിൽ തടവിൽ കിടന്നതിന് ശേഷം പൗലോസ് സ്വതന്ത്രനായി. പിന്നെ എന്താണ് ചെയ്യുന്നത് ബൈബിളിൽ എഴുതിയിട്ടില്ല. പക്ഷേ എവസേബിയസിന്റെ ചരിത്രം, സഭാചരിത്രത്തിൽ അത് എഴുതിയിട്ടുണ്ട്. തടവിൽ നിന്ന് പുറത്തിറങ്ങിയ പൗലോസ് സ്പെയിനിലേക്ക് പോയി. പിന്നെ അവിടെ നിന്ന് ഗ്രീസിലെത്തി. അവിടെ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. പിന്നെ റോമായിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നീറോ ചക്രവർത്തിയുടെ കാലയളവില് ക്രിസ്തുവർഷം 67 രക്തസാക്ഷിയായി മരിക്കുകയും ചെയ്തു. ഈ 2-ാമത്തെ അറസ്റ്റ്, അതായത് 67 പൗലോസ് മരിക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് ആണ് ഈ ലേഖനം എഴുതുന്നത്, തിമോത്തിയോസിനുള്ള ഈ 2-ാമത്തെ ലേഖനം. ഈ ലേഖനം എഴുതി കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പൗലോസ് റോമായിൽ വെച്ച് കൊല്ലപ്പെട്ടു. അപ്പൊ തനിക്ക് എന്താണ് സംഭവിക്കാൻ പോണെന്ന് ഏകദേശം ഒരു രൂപം പൗലോസിനുണ്ട്. നീറോ ചക്രവർത്തി 54 അദ്ദേഹം ചക്രവർത്തിയാകുന്നത്. 10 കൊല്ലത്തേക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. സത്യത്തിൽ പറഞ്ഞാൽ ക്രിസ്ത്യാനികളോട് പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഭാര്യ ചെയ്തിട്ടൊക്കെ ഉണ്ട് അനുകൂലമായിട്ട്. പക്ഷേ 64 ക്രിസ്തുപക്ഷ 64 റോമായില് പട്ടണത്തിൽ തീ പിടിച്ചു. അത് ക്രിസ്ത്യാനികൾ മൂലമാണെന്ന് പറഞ്ഞിട്ടാണ് ഈ 64 മതമർദ്ദനം ആരംഭിക്കുന്നത്. ആ മതമർദ്ദനം തുടങ്ങി, ക്രിസ്ത്യാനികളെ കൊല്ലാൻ തുടങ്ങി. 64 അവസാനത്തിലോ അല്ലെങ്കിൽ 65 പത്രോസ് കൊല്ലപ്പെട്ടു. വത്തിക്കാൻ കുന്നിൽ അദ്ദേഹത്തെ അടക്കം ചെയ്തു. 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് പൗലോസ് കൊല്ലപ്പെടുന്നത്. 68 നീറോ മരിക്കുകയും ചെയ്തു. അപ്പൊ ഈ 67 നീറോ മരിക്കാൻ ആത്മഹത്യ ചെയ്യുന്നതിന് 1 കൊല്ലം മുമ്പാണ് പൗലോസ് കൊല്ലപ്പെടുന്നത്. രണ്ടുപേർ 2 വർഷത്തിലാണെങ്കിലും ഒരു ദിവസമാണ് ഈ 2 തുല്യ വിശുദ്ധരായതുകൊണ്ട്, പിന്നെ സഭയുടെ 2 ചക്രവാളങ്ങൾ അവതരിപ്പിക്കുന്നതുകൊണ്ട് ഒരൊറ്റ ദിവസമാണ് അവരുടെ തിരുനാളൊക്കെ ആഘോഷിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കറിയാം, പത്രോസിനെ കുറിച്ചും പൗലോസിനെ കുറിച്ചും ഒറ്റ തിരുനാളല്ല, പല തിരുനാളുകളുണ്ട് സഭയിൽ. അത്രമാത്രം പ്രധാനപ്പെട്ട വ്യക്തികളാണ് അവര്. എന്തിനാണ് ഈ കത്ത് എഴുതുന്നത്? ഈ തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ കത്ത്, 1 തിമോത്തിയോസ് എന്ന മെത്രാനെ പ്രോത്സാഹിപ്പിക്കാൻ, 2 അദ്ദേഹത്തോട് എത്രയും പെട്ടെന്ന് റോമായിലേക്ക് വരാൻ. ഈ ഘട്ടത്തിൽ ഇപ്പൊ ഈ എഴുത്ത് കിട്ടുന്ന സമയത്ത് തിമോത്തിയോസ് എഫെസസിലെ സഭയിലെ മെത്രാനാണ്. ആ സഭയെ നവീകരിക്കുന്ന ദൗത്യവുമായിട്ടാണ് പൗലോസ് ഈ യുവ മെത്രാനെ അവിടെ ഏൽപ്പിച്ചത്. 1 തിമോത്തി 1:3 കാണാം. ഈ തിമോത്തിയോസ് അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചെങ്കിലും സഭയിലെ പ്രശ്നങ്ങൾ അടങ്ങിയില്ല. അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാം, എഫെസസിലെ സഭയ്ക്കുള്ള ലേഖനം വെളിപാട് പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ അവിടെയുണ്ട്. അവിടെയും ഈ നീ എവിടെ നിന്ന് വീണ് നോക്കുക, ആദ്യത്തെ സ്നേഹം പ്രവർത്തിക്കാൻ പറഞ്ഞ. അപ്പൊ എഫെസസിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു.
ഈ ഇപ്പൊ നമ്മൾ തുർക്കി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ചില പ്രശ്നങ്ങൾ ഒരുപക്ഷെ നമുക്ക് അടുത്ത ആഴ്ചയിലോ നാളെയോ ഒക്കെ നമുക്കൊന്ന് ചിന്തിക്കാം. ഇപ്പൊ നമുക്ക് അതിലേക്ക് കടക്കുന്നില്ല. ഈ സകല ശക്തിയും സംഭരിച്ച് തന്റെ പ്രബോധന ദൗത്യം ഊർജിതമാക്കാനും ഈ സഭയിൽ ഇങ്ങനെ കടന്നുകൂടിയിരിക്കുന്ന പാഷാണ്ഡത, വേദവിപരീതം, ശീഷ്മ, വിഭാഗീയത അതൊക്കെ അമർച്ച ചെയ്യാനും പൗലോസ് ആവശ്യപ്പെടുന്നു. 2 തിമോത്തി 2-ാമത്തെ അധ്യായം 1 മുതൽ 3 വാക്യങ്ങൾ, 4-ാമത്തെ അധ്യായം 2 മുതൽ 5 വാക്യങ്ങളൊക്കെ അത് പറയുന്നുണ്ട്. യുവാവായിരുന്നു ഈ തിമോത്തിയോസ്. പൊതുവെ സൗമ്യപ്രകൃതിയായിരുന്നു. ആ തിമോത്തിയോസിനോട് പൗലോസ് പറയാണ്, കുറച്ചുകൂടി പൗരുഷം കാണിക്കൂ, ദൈവകൃപയിൽ ശക്തനാകൂ, എന്നിട്ട് നടപടികൾ എടുക്കൂ. 1-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം, 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിലൊക്കെ ഇങ്ങനെ എപ്പോഴും സൗമ്യപ്രകൃതി അല്ല വേണ്ടത്. ചില നമുക്ക് സ്റ്റേൺ ആകണം, ദേഷ്യപ്പെടുകയല്ല, പക്ഷേ സ്ട്രോങ് ആയിരിക്കണം, നടപടികൾ സ്ട്രോങ് ആയിരിക്കണം. സൗമ്യപ്രകൃതിയായി ആയിരിക്കുമ്പോൾ തന്നെ സ്റ്റേൺ ആയിരിക്കണം. ചില കാര്യങ്ങളിൽ കർക്കശമായ നിലപാടുകൾ എടുക്കണം. പ്രത്യേകിച്ചും പാഷാണ്ഡത, ശീഷ്മയൊക്കെ വരുമ്പോൾ ഈ സൗമ്യ പ്രകൃതി സാധിക്കില്ല. വ്യാജ പ്രബോധകർക്കെതിരെ കർശന നിലപാട് സ്വീകരിക്കണമെന്നും പോരാടണമെന്നും എതിർപ്പുകളെ ഭയപ്പെടരുതെന്നും പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നു. 1-ാമത്തെ അധ്യായം 10 മുതൽ 16 വരെ വാക്യങ്ങൾ, ഇന്നത്തെ 10-ാമത്തെ വാക്യം നമ്മൾ കാണുന്നുണ്ടെന്ന്. 3-ാമത്തെ അധ്യായം 1 മുതൽ 17 വരെയൊക്കെ പൗലോസ് ഇതാണ് പറയുന്നത്. തീർച്ചയായിട്ടും ക്ലേശകാലത്ത് കൂടെ നിൽക്കുന്നവർ വളരെ വിരളമായിരിക്കും. അത് തന്റെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് പൗലോസ് പറയുകയാണ്. ക്രിസ്തുവർഷം 64 നീറോയുടെ കാലത്തുണ്ടായ ആ മതമർദ്ദന കാലത്ത് വളരെ രൂക്ഷമായ മതമർദ്ദനാണ് നീറോ ചെയ്തത്. അന്ന് അത് പിടിച്ചു നിൽക്കാനാകാതെ പലരും പൗലോസിനെ കൈയൊഴിഞ്ഞിരുന്നു. തിമോത്തിയോസിന് എഴുതിയ ഈ ലേഖനത്തിൽ 1:15 4-ാമത്തെ അധ്യായം 10-11 വാക്യങ്ങളിലും പൗലോസ് അത് പറയുന്നുണ്ട്. ഇപ്പൊ പൗലോസ് വാർദ്ധക്യത്തിലായി, എല്ലാവരിലും ഉപേക്ഷിക്കപ്പെട്ടു, വിചാരണ നേരിടുകയാണ്. പൗലോസിന് തിമോത്തിയോസിനെ പോലെ വിശ്വസ്തനായ ഒരു സുഹൃത്ത് ഇപ്പൊ കൂടെ വേണം. അതാണ് 4-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിലും 21-ാം വാക്യത്തിലും പറയുന്നത്. അതായത് പൗലോസിന്റെ കയ്യിൽ കുറെ രേഖകളുണ്ട്. ആ രേഖകളൊക്കെ തിമോത്തിയോസിന് കൊടുക്കണം. പിന്നെ തിമോത്തിയോസ് ഈ റോമായിൽ പിന്നെ മർക്കോസ്, ലൂക്കാസ് ഇവരൊക്കെ ചേർന്നിട്ടാണ് പുതിയ നിയമത്തിൽ ഏതൊക്കെ പുസ്തകങ്ങൾ വേണമെന്ന് തീരുമാനിക്കുന്ന എഡിറ്റോറിയൽ ബോർഡ്. ആ എഡിറ്റോറിയൽ ബോർഡിൽ തിമോത്തിയോസ് എന്ന മെത്രൻ വേണം. അപ്പൊ അവരാണ് ആദ്യമായി തീരുമാനിക്കുന്നത് ഏതെല്ലാം പുസ്തകങ്ങളാണ് പുതിയ നിയമത്തിൽ വേണ്ടത്. അതുകൊണ്ട് തിമോത്തിയോസ്, മർക്കോസ് അവിടെയുണ്ട്, ലൂക്കാസ് അവിടെയുണ്ട്. തിമോത്തിയോസ് എത്രയും പെട്ടെന്ന് വരണം, ഈ മെത്രൻ വരണം. കാരണം ഈ രേഖകളെല്ലാം കൈമാറണം. പിന്നെ അവർക്ക് കുറെ തീരുമാനം എടുക്കാനുണ്ട്. പത്രോസ് ഓൾറെഡി കൊല്ലപ്പെട്ട് കഴിഞ്ഞു, പൗലോസ് കൊല്ലപ്പെടാൻ പോകുകയാണ്. ആ ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് സെൻസ് ചെയ്യാം ഇനി എത്ര ദിവസങ്ങൾ ഉണ്ടാകാം, എങ്ങനെ കൊല്ലപ്പെടുന്ന അറിയണമെന്നില്ല, പക്ഷെ കൊല്ലപ്പെടാൻ പോകുന്നു അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് എഫെസസിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചിട്ട് റോമായിലേക്ക് വരാനായിട്ട് ആവശ്യപ്പെടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ ലേഖനം എഴുതി കഴിഞ്ഞ് റോമായുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഓസ്ട്രിയൻ വഴിയിൽ വെച്ച്, ഇപ്പൊ അവിടെ നമുക്ക് പൗലോസിന്റെ പേരിലുള്ള ബസിലിക്ക നിങ്ങൾക്ക് കാണാം, അവിടെ വെച്ചിട്ട് ശിരച്ഛേദം ചെയ്യപ്പെട്ട് മരിക്കുകയാണ് പൗലോസ്. അപ്പൊ ഇതൊരു മരണപത്രമാണ്, പൗലോസിന്റെ മരണപത്രമാണ് ഈ തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം എന്ന് പറയുന്നത്. അതിൽ 1-ാമത്തെ അധ്യായമാണ് നമ്മൾ കണ്ടത്. മരണപത്രത്തിൽ എന്താണ് നമ്മൾ എഴുതി വെക്കുക? ചാവരുൾ എന്ന് പറയുന്നത് അന്ത്യാഭിലാഷം, അവസാനത്തെ ആഗ്രഹങ്ങൾ. ഓട്ടപ്പന്തയത്തില് അവസാനത്തെ രേഖ കടക്കാറായ ആളെ പോലെയാണ് പൗലോസ് എഴുതണേ. ഈ അന്നത്തെ ഓട്ടപ്പന്തയും ഇപ്പോഴത്തെ ഓട്ടപ്പന്തയും തമ്മിൽ ചെറിയൊരു അന്തരമുണ്ട്. അക്കാലത്തെ ഓട്ടപ്പന്തയത്തില് ഇപ്പൊ നമുക്ക് 2-3 സമ്മാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് ഒറ്റ സമ്മാനമേ ഉള്ളൂ. അന്ന് ഇപ്പം നമ്മള് ഇല്ലേ സ്വർണ്ണ മെഡൽ കഴിഞ്ഞ പിന്നെ എന്താണ് വെള്ളി, പിന്നെ ഓട്, അങ്ങനെയൊന്നും ഇല്ല. അന്ന് ഒറ്റ മെഡലേ ഉള്ളൂ. അപ്പൊ അതിന്റെ ആ ഓട്ടപ്പന്തയത്തിൽ അവസാനത്തെ രേഖ കടക്കാറായ ഒരാളെ പോലെയാണ് പൗലോസ്. ഇനി തന്നെ കാത്തിരിക്കുന്ന രക്തസാക്ഷിയായി മരിക്കുന്ന കിരീടമാണ്. അതാണ് കിരീടം. ഈ ഓട്ടപ്പന്തയത്തിൽ കിട്ടുന്ന കിരീടം രക്തസാക്ഷിയായിട്ട് മരിക്കുക എന്നുള്ളതാണ്. 4-ാമത്തെ അധ്യായം 6 മുതൽ 8 വരെ വാക്യങ്ങൾ. 15 സംവത്സരത്തോളം താൻ പരിശീലനം നൽകിയ ആളാണ് തിമോത്തിയോസ് എന്ന മെത്രാൻ. തന്റെ കാലശേഷം തന്റെ പ്രഘോഷണ ദൗത്യം തിമോത്തിയോസ് ഏറ്റെടുക്കണം എന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. മരണം തന്റെ പതിർവാനിക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്റെ അടുക്കൽ എത്തിച്ചേരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പൗലോസ് ലേഖനം അയക്കുന്നു. തിമോത്തിയോസിന്റെ കൺമുന്നിലുള്ള ഞെരുക്കങ്ങൾ നേരിടാനുള്ള പിതൃസഹജമായ പരിജ്ഞാനവും മുന്നറിയിപ്പുകളും നൽകുകയും ചെയ്യുന്നു. എന്താണ് ആ പിതൃസഹജമായ പരിജ്ഞാനവും മുന്നറിയിപ്പുകളും? ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഇന്നത്തെ ലേഖനത്തിലും ഇന്നത്തെ സാഹചര്യത്തിലും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാ. 1, സാരഗർഭമായ ക്രിസ്തീയ സിദ്ധാന്തമേ പഠിപ്പിക്കാവൂ, കൈമാറാവൂ. 1-ാമത്തെ അധ്യായം 13-14 വാക്യങ്ങൾ, 4-ാമത്തെ അധ്യായം 2-3 വാക്യങ്ങൾ.
സത്യവിശ്വാസത്തില് വളരെ ശക്തരായ വിശ്വാസികളെ പോലും ആശയക്കുഴപ്പത്തിലാക്കുകയും വഴി തെറ്റിക്കുകയും ചെയ്യുന്ന പുതുമയും പുതിയതുമായ പ്രബോധനങ്ങളോട്, അതായത് അബദ്ധ സിദ്ധാന്തങ്ങളോട്, വേദവിപരീതങ്ങളോട് പോരാടി അവയെ എതിർത്ത് തോൽപ്പിക്കണം. സുവിശേഷ സത്യത്തെ കാത്തു സൂക്ഷിക്കുക എന്നത് മെത്രാൻ എന്ന നിലയിൽ തിമോത്തിയോസിന്റെ കടമയാണ്. 1:14. സുവിശേഷ പ്രഘോഷണമാണ് മെത്രാന്റെ കടമ. 2 അധ്യായം 2, 4 അധ്യായം 2, 3. തിമോത്തിയോസിന്റെ കീഴിലെ എഫേസിൽ സഭയിൽ വിവാദങ്ങൾക്കും ഷണ്ഡകൾക്കും ഒരു കുറവില്ല. 1 തിമോത്തി 1:3-7 പറഞ്ഞിട്ടുണ്ടത്. അബദ്ധ സിദ്ധാന്തങ്ങൾക്ക് വശീകരിക്കപ്പെട്ട മറ്റു ചിലരുടെ പേരുകൾ പോലും പൗലോസ് പരാമർശിക്കുന്നുണ്ട് 2 അധ്യായം 17-18 വാക്യങ്ങളിൽ. നമുക്കറിയാലോ, നമുക്കിപ്പം ഈ സീറോ മലബാർ സഭയുടെ കാര്യം പറയുകയാണെങ്കിൽ എറണാകുളത്ത് എന്തുമാത്രം വേദവിപരീതങ്ങളാണ് പഠിപ്പിക്കുന്നത്. പാഷാണ്ഡതയാണ്, ശീഷ്മ പ്രവർത്തികൾ, വിഭാഗിത പ്രവർത്തികൾ, എല്ലാം പുതുമയുടെ പേരില്ല. പാരമ്പര്യം മോശമാണ് എന്നാണ് അവർ പറയണേ. പാരമ്പര്യം അല്ലെങ്കിൽ ഭൂതകാലം മോശമാണെങ്കിൽ കർത്താവ് ഈശോമിശിഹാ മരിച്ചതൊക്കെ മോശമായിട്ട് വരും. കർത്താവ് നിയമങ്ങളൊക്കെ ലംഘിച്ചുവെന്നും വിപ്ലവകാരി ആയിരുന്നെന്നും അദ്ദേഹം ഒരു തീവ്രവാദി ആയിരുന്നെന്നൊക്കെയാണ് ഇപ്പൊ അവർ പഠിപ്പിക്കണേ. എന്തൊരു തെറ്റായ പ്രബോധനമാണിത്. അപ്പൊ തിമോത്തിയോസിനെ പോലെ ഒരു മെത്രാൻ നമുക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടതായിരുന്നു, ഇല്ലാതെ പോയി. അപ്പൊ ഈ തിമോത്തിയോസിന്റെ ലേഖനം ഈ നോമ്പ് കാലത്ത്, തിമോത്തി ഒരു മെത്രാനാണല്ലോ, നമ്മുടെ മെത്രാന്മാർക്ക് കൂടി എഴുതപ്പെട്ട ലേഖനമാണെന്ന് ഓർക്കുക. ഈ തിമോത്തിയോസ് മെത്രാനാണ്. അപ്പൊ ഇന്നത്തെ മെത്രാന്മാർക്ക് കൂടി എഴുതിയിരിക്കുന്ന ലേഖനമാണ്. നമുക്കെല്ലാവർക്കും ബാധകമാണ്, പക്ഷെ മെത്രാന്മാർക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. റോമാ സാമ്രാജ്യത്തിൽ മതവർദ്ധനങ്ങൾ തീവ്രത ആർജിക്കുകയാണ്. സത്യത്തെ മുറുകെ പിടിക്കുന്നവർക്കും അതിനുവേണ്ടി വാദിക്കുന്നവർക്കും ക്ലേശങ്ങളും സഹനങ്ങളും അനിവാര്യമാണ്. അത് പൗലോസ് തിമോത്തിയോസിനെ ഓർമ്മപ്പെടുത്തുകയാണ്. 2 അധ്യായം 3 വാക്യം, 3 അധ്യായം 12 വാക്യം. എന്ത് വന്നാലും ഉറച്ചു നിൽക്കാൻ ആഹ്വാനം ചെയ്യുന്നത് സ്വന്തം ജീവിത മാതൃക ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പൗലോസ് പറയുന്നത്. നീ എന്റെ പ്രബോധനം, ജീവിത രീതി, ലക്ഷ്യം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹനശീലം എന്നിവയും അന്ത്യോക്യയിലും ഇക്കോനിയായാലും ലുസ്ത്രായിലും എനിക്ക് സംഭവിച്ച ഉപദ്രവങ്ങളും കഷ്ടാനുഭവം കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവങ്ങൾ സഹിച്ചു, അവയിൽ നിന്നെല്ലാം കർത്താവ് എന്നെ വിടുവിച്ചു. തീർച്ചയായും ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഏൽക്കേണ്ടി വരും. ഇതിനേക്കാൾ വ്യക്തമായിട്ട് എങ്ങനെ പറയാ? 3 അധ്യായം 10-12 വാക്യങ്ങൾ ഞാൻ പറഞ്ഞത്. ചെറുപ്പം മുതൽ പരിചയപ്പെട്ടിട്ടുള്ള വേദത്താളുകളിൽ നിന്ന് പ്രചോദനം സ്വീകരിക്കാനാണ് തിമോത്തിയോസ് എന്ന മെത്രാനോട് പൗലോസ് പറയുന്നത്. 3 അധ്യായം 15-17. ഈ പുതിയ രീതികളുണ്ടല്ലോ, പെന്തക്കോസ്തക്കാര്, യഹോവ സാക്ഷികള്, ക്രിസ്റ്റാഡെൽഫിയൻസ്, ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ്, അതൊന്നും ശരിയല്ല. കാരണം അതൊക്കെ പുതുമയ്ക്ക് വേണ്ടിയും പിന്നെ കത്തോലിക്ക സഭയിലെ ചില തെറ്റുകളെല്ലാം കാണുമ്പോൾ അതിന് പർവ്വതീകരിച്ചിട്ട് വേറെ തെറ്റുകളിലേക്ക് പോകുകയാണ് അവര്. അതുകൊണ്ട് ഈ ചെറുപ്പം മുതൽ പരിചയപ്പെട്ടുള്ള വേദത്താളുകളിൽ നിന്ന് പ്രചോദനം സ്വീകരിക്കുക. ഈ പുതുമ തേടി പോകരുത്. പുതുമയുണ്ടാകാം, അത് ബൈബിളില് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സഭയുടെ പാരമ്പര്യത്തിലുണ്ടെങ്കിൽ. മെത്രാൻ സ്ഥാനവും വിശ്വാസത്തിന് ദീപശിഖയും പുതിയ തലമുറ ചിലർക്ക് കൈമാറാൻ സമയം തിമോത്തിയോസിനും വന്നിരിക്കുകയാണ്. അപ്പോ എനിക്ക് ശേഷം പ്രളയം എന്ന് ചില രാഷ്ട്രീയ നേതാക്കന്മാർ ചിന്തിക്കുന്ന പോലെ മെത്രാന്മാർ ചിന്തിക്കരുത്. അവർ ഒരുപാട് നേതാക്കന്മാരെ വളർത്തിക്കൊണ്ടുവരണം. ഇല്ലേ, നേതാക്കന്മാർ കൂടുതലായാൽ പ്രശ്നമാണെന്ന് വിചാരിക്കരുത്. ആ തർക്കം വലിയ കുഴപ്പമില്ല. പക്ഷെ ഒരു നേതാവില്ലാതെ, എനിക്ക് ശേഷം നേതാവ് ഇല്ലാതെ വന്നാലോ, അതാണ് ഏറ്റവും കൂടുതൽ കുഴപ്പം. അങ്ങനെയൊന്നും സംഭവിക്കരുതെന്നാണ് പൗലോസ് പറയണേ. തിമോത്തിയോസിന്റെ പറയാണ്, നീ മെത്രാൻ സ്ഥാനം മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് എന്റെ അടുത്ത് പറയാൻ സമയമായി. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാം, സമയമില്ല. ക്രിസ്തീയ ശുശ്രൂഷയിലെ സുപ്രധാനപ്പെട്ട കാര്യം എന്താണ്? സ്ലീഹന്മാരെയും അവരുടെ പിൻഗാമികളെയും പരിശുദ്ധ റൂഹ ഭരമേൽപ്പിച്ച വിശുദ്ധ ദാനം എന്നത് സുവിശേഷത്തിന്റെ സത്യമാണ്. 1 അധ്യായം 14 വാക്യം. ആ സുവിശേഷത്തിന്റെ കേന്ദ്രത്തിലുള്ളത് ക്രിസ്തുവിന്റെ തിരുവുത്ഥാനമാണ്. 2 അധ്യായം 8-9 വാക്യങ്ങൾ. ചില ആളുകൾക്ക് അത് സ്വീകാര്യമല്ലെന്ന് കരുതി സുവിശേഷ സത്യത്തിൽ മായം ചേർക്കരുത്. അതിൽ അനാവശ്യമായി കൈകടത്തി അതിന് കേട് വരുത്തരുത്. 4 അധ്യായം 3 വാക്യം. ഏത് മതമർദ്ദനത്തിനിടയിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ കർത്താവിന്റെ പക്ഷത്ത് നിലയുറപ്പിക്കുക. പൗലോസ് പറയാ, ഞാൻ അതാണ് ചെയ്തത്. 3 അധ്യായം 11 വാക്യം. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകരുത് സുവിശേഷ സത്യത്തിന്റെ കാര്യത്തില്, ലിറ്റർജിയുടെ കാര്യത്തില്, തിരുവചനത്തിന്റെ കാര്യത്തില്. ആരൊക്കെ വേറിട്ട് പോയാലും, ഒരു രൂപത മൊത്തം പോയാലും, 370 അച്ഛന്മാര് പോയാലും, അവിടുത്തെ മെത്രന്മാര് പോയാലും വിട്ടുവിട്ട് ചെയ്യരുത്. സുവിശേഷത്തിന്റെ സത്യത്തിനും ലിറ്റർജിയുടെ സത്യത്തിനും ഒരു വിട്ടുവിട്ട് ചെയ്യരുത്. ഇപ്പൊ എറണാകുളം പക്ഷത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന
സകല വിട്ടുവീഴ്ചകളും പിൻവലിക്കണം. വിട്ടുവീഴ്ചകൾ ചെയ്തിട്ട് അവര് വന്നില്ലല്ലോ, അനുസരിച്ചില്ലല്ലോ, പിന്നെ എന്തിന് വിട്ടുവീഴ്ച? തിമോത്തിയോസ് എന്ന മെത്രാന് പൗലോസ് കൊടുക്കുന്ന നിർദ്ദേശവും ശരിക്കും പറഞ്ഞൊരു കൽപ്പനയാണത്. ക്രിസ്തീയ സന്ദേശം പ്രഘോഷിക്കാൻ തന്നെ തെരഞ്ഞെടുത്ത കർത്താവിന് തന്റെ പ്രാണൻ തിരിച്ചു കൊടുക്കാനുള്ള സമയം വന്നു ചേർന്നിരിക്കുന്നെന്ന് പറഞ്ഞിട്ടാണ്, ഞാൻ രക്തസാക്ഷിയായിട്ട് മരിക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് പൗലോസ് ഇത് പറയുന്നത്. മരിക്കാൻ പേടിയില്ല. എന്തൊരു ഉറപ്പാണ്. 2 പ്രാവശ്യം പൗലോസ് പറഞ്ഞിട്ടുണ്ട്, മരിച്ച് കർത്താവിന്റെ ഒപ്പം ഇരിക്കാനാണ് എനിക്ക് എന്റെ മോഹം. ശരീരത്തിൽ തുടരാൻ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയാണ്. എന്റെ മോഹം മരിച്ച് കർത്താവിനോടൊപ്പം ഇരിക്കാനാണ്. അത് ഞാൻ ഈ കാര്യങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ ആളുകൾ ക്ലാസ് കേൾക്കുന്നവർ പറയും, അച്ഛൻ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ മരിക്കാൻ ഞങ്ങൾക്ക് മോഹം തോന്നുകയാണ്, മരിക്കാൻ ഞങ്ങൾക്ക് മോഹം തോന്നുകയാണ്. മരിച്ചിട്ട് എന്താ സംഭവിക്കുക എന്നുള്ള കാര്യം ഞാനൊരിക്കൽ എന്റെ സ്റ്റാഫിനോട് പറഞ്ഞപ്പോ ആ സ്റ്റാഫിലെ ഏറ്റവും ഇളയ ആള് പറയാണ്, അയ്യോ മരിക്കാൻ കൊതി തോന്നുന്നു, മരിച്ചിട്ട് എന്താ സംഭവിക്കാൻ നമുക്കെന്നുള്ള കാര്യം ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമെന്ന് വെറുതെ ഒന്ന് എന്റെ സ്റ്റാഫിനോട് പങ്കുവെച്ചപ്പോൾ അവർ പറയാണ്, മരിക്കാൻ കൊതി തോന്നുന്നു. കർത്താവിന് വേണ്ടി മരിക്കാൻ കൊതി ഉണ്ടാവണം. ഇത്രയും മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പൗലോസ് പറഞ്ഞ വചനങ്ങൾ നമുക്കൊന്ന് കേൾക്കുക. ഇന്നത്തെ ലേഖനം ഞാൻ അത്രയും പശ്ചാത്തലമായി പറഞ്ഞത്, എന്നാലാണ് ഈ വചനങ്ങളുടെ അർത്ഥം കറക്റ്റായിട്ട് മനസ്സിലാകുക. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ തടവുകാരനെ എന്നെയും കുറിച്ച് നീ ലജ്ജിക്കാതെ സുവിശേഷത്തിന് വേണ്ടി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. അവന്റെ തടവുകാരനായ ഞാൻ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ആദ്യത്തെ തടവല്ല, ക്രിസ്തുവർഷം 60-62 കാലയളവിലെ തടവല്ല. രണ്ടാമത്, അതായത് സ്പെയിനിൽ പോയതിനു ശേഷം ഗ്രീസിൽ വന്നു, ഗ്രീസിൽ ട്രോവാസിൽ വെച്ചിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടു, റോമായിലേക്ക് കൊണ്ടുപോയി. ക്രിസ്തുവർഷം 67 കൊല്ലപ്പെടുകയാണ്. അതിന് തൊട്ട് മുമ്പ് ജയിലിൽ കിടന്നിരുന്നു. ആദ്യത്തെ തടവ് ഇതിലായിരുന്നു, വീട്ടുതടങ്കലിന് പറഞ്ഞാലും കാൽമ ചങ്ങലയൊക്കെ ഉണ്ടായിരുന്നു. ആ ചങ്ങല ഒരു പട്ടാളക്കാരന്റെ ദേഹത്ത് കെട്ടിയിരുന്നു. അപ്പോൾ പൗലോസ് നനങ്ങിയാൽ പട്ടാളക്കാരൻ അറിയും. എങ്കിലും സുവിശേഷം പ്രഘോഷിക്കാൻ പ്രയാസം ഉണ്ടായിരുന്നില്ല. കാലിൽ ചങ്ങലയുണ്ടെങ്കിലും, പക്ഷെ ഒരു വീട്ടുതടങ്കലാണ്. ഇപ്പൊ അങ്ങനെയല്ല, ഇത് ക്രൂരമായ ഒരു തടങ്കലാണ്. എങ്കിലും ലേഖനം എഴുതാനായിട്ട് അനുവദിച്ചു. അതൊരു നല്ല കാര്യം. അപ്പോ തടവുകാരനായിട്ട് ഞാൻ കിടക്കുകയാണ്, എന്നെ കൊല്ലാൻ കൊണ്ടുപോകുകയാണ്. അതിനു മുൻപ് നീ എന്റെ അടുത്തുനിന്ന് വരണം, ഞാൻ കൊല്ലപ്പെടുന്നതിന് മുമ്പ് നീ എന്റെ അടുത്ത് വരണം, എനിക്ക് കുറെ കാര്യങ്ങൾ ഏൽപ്പിക്കാനുണ്ട്, രേഖകൾ തരാനുണ്ട്. ഇതാണ്. മാത്രമല്ല, അവിടെ എഫേസസില് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ റോമായിൽ ഒരു എഡിറ്റോറിയൽ ബോർഡ് മർക്കോസും ലൂക്കാസും ഒക്കെ ഉണ്ട്. അതിൽ ഈ തിമോത്തിയോസ് മെത്രാനും കൂടി വേണം. അവരാണ് പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ ഏതൊക്കെ വേണമെന്ന് തുടക്കത്തിൽ നിശ്ചയിക്കുന്നത്. ആ തുടക്കം വിട്ടു, എല്ലാം അവർ തീരുമാനിച്ചില്ല, അത് പിന്നെ സമയമെടുത്തു. പക്ഷെ എന്നാലും ആ എഡിറ്റോറിയൽ ബോർഡാണ് അതിന് തുടക്കമിട്ടത്. 9-ാമത്തെ വാക്യം, അവർ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായി വിളിയാൽ നമ്മെ വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, അവിടുത്തെ സ്വന്തം നിശ്ചയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമാണ്. നമ്മുടെ വിളി ദൈവം മുൻകൈയെടുത്ത് നടപ്പാക്കുന്നതും നൽകുന്നതുമാണ് നമ്മുടെ വിളി. അതൊരു പ്രക്രിയയാണ്, രക്ഷയിലേക്കുള്ള പ്രക്രിയയാണ്. അത് ശുദ്ധമായ കൃപയാണ്, നമ്മുടെ പ്രവൃത്തികളുടെ യോഗ്യത മൂലം കിട്ടുന്നതല്ല. റോമാലേഖനം 6:23 തീത്തോസിനുള്ള ലേഖനം 3:5 അത് പറഞ്ഞിട്ടുണ്ട്. അതായത് അവിടുത്തെ സ്വന്തം നിശ്ചയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമാണ് നമുക്ക് ഈ വിശുദ്ധമായി വിളി കിട്ടിയിരിക്കുന്നത്. നമ്മുടെ കൃപ കൊണ്ടല്ല, നമ്മുടെ മഹത്വം കൊണ്ടല്ല, യോഗ്യത കൊണ്ടല്ല. അതേസമയം നാം നമ്മുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കണമെന്നും പൗലോസ് പറയുന്നുണ്ട് ഫിലിപ്പിയ ലേഖനം 2:12. അതായത് ദൈവം നൽകുന്ന കൃപയോട് സഹകരിക്കാനും അങ്ങനെ വിശുദ്ധരായി തീർന്ന് നമ്മുടെ സ്വർഗീയ വീട്ടിൽ തിരിച്ചെത്താനും ദൈവം വിളിക്കുന്നു. ഹെബ്രായ ലേഖനം 12:14, കത്തോലിക്ക സഭയുടെ മതബോധനം 1996, 2008 ഒക്കെ നിങ്ങൾക്ക് വായിക്കാം. ഇനി അവസാനത്തെ വാക്യം, 10-ാമത്തെ വാക്യം, ഈ കൃപ സകല യുഗങ്ങൾക്ക് മുൻപേ ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. മരണത്തെ ഇല്ലാതാക്കുകയും തന്റെ സുവിശേഷത്തിലൂടെ ജീവനും അക്ഷയത്വം വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ ഇതിപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. ഈ വചനത്തിൽ 2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയട്ടെ. ഒന്ന്, യുഗങ്ങൾക്ക് മുൻപേ, നിത്യമായ സമയങ്ങൾക്ക് മുൻപേ എന്നാണ് ആക്ഷരികമായി ചെയ്താല്. നിത്യമായ സമയങ്ങൾക്ക് മുൻപേ, അതായത് ദൈവം രക്ഷാ പദ്ധതി ആവിഷ്കരിച്ചത് നിത്യതയിലാണ്. ഇറ്റേണിറ്റി ഇൻ ദ പാസ്റ്റ് എന്ന് പറയും. ഭൂതകാലത്തെ നിത്യതയിൽ, വരാനിരിക്കുന്ന നിത്യതയല്ല. ഇറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ 2 ഉണ്ട്. ഭൂതകാലത്തെ നിത്യത, ഭാവിയിലെ നിത്യത. ഭൂതകാലത്തെ നിത്യതയിലാണ് ദൈവം, അതാണ് യുഗങ്ങൾക്ക് മുൻപേ എന്ന് പറയണേ, ഈ രക്ഷാ പദ്ധതി ആവിഷ്കരിച്ചത്. ചരിത്രത്തിൽ ജനിച്ച് ജീവിച്ച നസ്രത്തിൽ യേശുവിന്റെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളിലൂടെയാണ് അതിപ്പോൾ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്.
രക്ഷാപദ്ധതി പ്രപഞ്ചത്തിന് മുൻപേ സൃഷ്ടിക്കപ്പെട്ടു. ദൈവത്തിന്റെ നിഗൂഢ സുവനോദോസിൽ വെച്ച് തീരുമാനിച്ചതാണ്. യോഹനം 17:3-5, എഫെസസ് ലേഖനം 1:4. പക്ഷേ അത് ചരിത്രത്തിൽ നിറവേറിയത് നസ്രത്തിലെ യേശുക്രിസ്തുവിലാണ്. ദൈവം തീരുമാനിച്ചത് ഭൂതകാലത്തിൽ നിത്യതയിലാണ്. പക്ഷെ ചരിത്രത്തിൽ ദൈവം മനുഷ്യനായി വന്ന യേശു എന്ന ആളാണ് ഈ ദൈവം ആസൂത്രണം ചെയ്ത പദ്ധതി ആവിഷ്കരിച്ചത്. ആ സംഭവത്തെയാണ് ക്രിസ്തു സംഭവം എന്ന് പറയണേ. ആ ക്രിസ്തു സംഭവത്തിലാണ് യേശു എന്ന ആളിലാണ്, ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന യേശു എന്ന ആളിലാണ് ക്രിസ്തു സംഭവം ആരംഭിക്കുന്നത്, ക്രിസ്തീയത ആരംഭിക്കുന്നത്, ക്രിസ്തു ധർമ്മം ആരംഭിക്കുന്നത്. അതുകൊണ്ട് ആ സംഭവത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നതിനെയാണ്, ആ സംഭവത്തിലേക്ക്, ചരിത്ര സംഭവത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നതിനെയാണ് ദൈവോന്മുഖം എന്ന് പറയണേ. ഈ കിഴക്കോട്ട് തിരിയാന്നൊക്കെ പറയുന്നില്ലേ, കിഴക്കോട്ട് തിരിയാന്ന് പറഞ്ഞാൽ ആ ചരിത്ര സംഭവത്തിലേക്ക് നോക്കുക എന്നാണ്. ആ ചരിത്ര സംഭവത്തിലാണ് നമ്മുടെ ഈ വിശ്വാസം, പുതിയ നിയമം, പുതിയ ഉടമ്പടി ഉദയം ചെയ്തത്. ദൈവം പണ്ടേ ആസൂത്രണം ചെയ്തതാണ്. പക്ഷെ ചരിത്രത്തിൽ നിറവേറിയത് ദൈവം മനുഷ്യനായ ഒരു സ്ഥലത്ത് വന്നു, ഒരു സമയത്ത് വന്നു. ആ സ്ഥലത്തേക്കും സമയത്തേക്കും നോക്കുക, ഇല്ലെങ്കിൽ ക്രിസ്തീയ അസ്തിത്വം തന്നെ ഇല്ല. പള്ളിയിൽ വരുന്ന സകലമാനം മനുഷ്യരും ആ സംഭവത്തിലേക്ക് നോക്കുന്നത്. അതിലേക്ക് വൈദികനും നോക്കണമെന്നാണ്. ലത്തീൻ സഭയിൽ അങ്ങനെയല്ല എന്നുള്ളൊരു സംഗതിയുണ്ട്. പക്ഷേ 1962 വരെ ലത്തീൻ സഭയിൽ അങ്ങനെയായിരുന്നു. പിന്നെ ആരോടും ചോദിക്കാതെയാണ് രണ്ടാം മത്തയും സുവനോദോസിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മൂലമാണ് ജനാഭിമുഖ കുർബാന തുടങ്ങിയത് ലത്തീൻ സഭയിലും. ഒരു മെത്രാന്മാരും ചോദിച്ചിട്ടല്ല. മാർപ്പാപ്പ അവിടെ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്നത്, ജനങ്ങൾക്ക് തിരിഞ്ഞു നിൽക്കുന്നത് തെറ്റിദ്ധരിച്ചിട്ടാണ്. സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി എന്ന പുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് ഈ രണ്ടാം മത്തയും സുവനോദോസിന്റെ കാര്യങ്ങളെല്ലാം നിശ്ചയിച്ച് നടപ്പാക്കിയ ബെനഡിക്ട് മാർപ്പാപ്പ എഴുതിയിട്ടുണ്ട്. ഇതാണ് രണ്ടാം മത്തയും സുവനോദോസ് നടപ്പാക്കാൻ പോണെന്ന് മാധ്യമങ്ങൾ പറഞ്ഞത് മെത്രാന്മാര് കേട്ടു. മാധ്യമങ്ങൾ പറഞ്ഞത്, രേഖ ഒരു സ്ഥലത്ത് എഴുതിയിട്ടില്ല ജനാഭിമുഖമെന്ന്. അത് കാര്യം ചർച്ച ചെയ്തിട്ട് പോലില്ല ഈ സുവനോദോസിൽ. പക്ഷെ തെറ്റിദ്ധാരണ മൂലം ഇത് ലോകം മുഴുവൻ പടർന്നു പിടിച്ചതുകൊണ്ട് ഇനി അത് തിരുത്തൽ അത്ര എളുപ്പമല്ല. അപ്പം തെറ്റാണെങ്കിൽ തിരുത്തിക്കൂടെന്ന് പലരും ചോദിക്കാറുണ്ട്. ഒന്ന് തിരുത്താൻ ശ്രമിച്ചതിന്റെ ഇതാണ് കാണുന്നത് ഈ ചെറിയൊരു സഭയായ മൈക്രോ മൈനോറിറ്റി സഭയായ സീറോ മലബാർ സഭയിൽ അച്ഛന്മാരുടെയും മെത്രാന്മാരുടെയും വിവരമില്ലായ്മ കാരണം ഇല്ലേ 50 ലക്ഷത്തിന് താഴെയുള്ള ഒരു സഭയില് നടപ്പാക്കാൻ കഴിഞ്ഞ 60 കൊല്ലമായിട്ട് നടപ്പാക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഈ ആഗോള വ്യാപകമായി കിടക്കുന്ന ലത്തീൻ സഭയിൽ 132 കോടിയിൽ എങ്ങനെ നടപ്പാക്കും? അതാണ് മാർപ്പാപ്പന്മാരിങ്ങനെ ശങ്കിക്കുന്നത്. മെത്രാന്മാർക്കും അച്ഛന്മാർക്കും വിവരമില്ലാത്തോടത്തോളം കാലം എളുപ്പമല്ല. അവർക്ക് വിവരമുണ്ടായിരുന്നെങ്കിൽ വളരെ എളുപ്പമായിരുന്നു. പക്ഷെ അവർ പുസ്തകം വായിക്കില്ലല്ലോ. മെത്രാന്മാരും അച്ഛന്മാരും എത്ര പേര് പുസ്തകം വായിക്കും? കത്തോലിക്ക സഭയുടെ മതബോധനം എത്ര പേര് വായിച്ചിട്ടുണ്ട്? ഞാൻ അഹങ്കാരം കൊണ്ട് പറയല്ല. ഇതൊക്കെ എന്തിനാ പിന്നെ എഴുതി വെച്ചിരിക്കുന്നേ? ബൈബിളും കത്തോലിക്ക സഭയുടെ മതബോധനവും ലിറ്ററേച്ചർ പുസ്തകങ്ങളൊക്കെ എത്ര പേര് വായിച്ചിട്ടുണ്ട്? എത്ര പേർക്ക് അറിയാം? ഇതൊക്കെ അറിവുണ്ടായാലും വിശുദ്ധി ഉണ്ടാകണമെന്നില്ല കേട്ടോ. പക്ഷെ അറിവില്ലാതെ എങ്ങനെയാണ് ജനത്തെ നയിക്കുക എന്നുള്ളതാണ് ചോദ്യം. അവസാനം 2 വാക്കുകൾ ഞാൻ പറഞ്ഞത് യുഗങ്ങൾക്ക് മുൻപേ എന്നുള്ളത്. രണ്ടാമത്തത് പ്രത്യക്ഷതയിൽ, അതായത് തന്റെ സുവിശേഷത്തിലൂടെ ജീവനും അക്ഷയത്വവും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷകനായ ക്രിസ്തു യേശുവിന്റെ പ്രത്യക്ഷതയിൽ ഇത് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. പ്രത്യക്ഷത എന്നവിടെ പറയുന്നത് എപ്പിഫനയ്യ എന്നാണ്, ഗ്രീക്ക് എപ്പിഫനയ്യ. ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ മനുഷ്യാവതാരമാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. ആ സംഭവത്തെയാണ് പ്രത്യക്ഷത എന്ന് പറയണേ. ഈ രണ്ടാമത്തെ വരവിലുള്ള പ്രത്യക്ഷതയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. 1 തിമോത്തി 6:14 ഇത് പറയുന്നുണ്ട്. പ്രത്യക്ഷത എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന സംഭവമാണ്, ക്രിസ്തു സംഭവം. അതിലെന്താണ് വെളിപ്പെട്ടത്? തന്റെ സുവിശേഷത്തിലൂടെ ജീവനും അക്ഷയത്വവും വെളിപ്പെട്ടു. ഈ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പോൾ വെളിപ്പെട്ടത് ഈ 2 കാര്യങ്ങളാണ്. ജീവൻ എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ജീവനല്ല, ജീവശാസ്ത്രപരമായ ജീവനല്ല, മരണത്തിന്റെയും അഴുകലുടെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവൻ. അതാണ് അക്ഷയത്വം എന്ന് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. അഴുകാത്ത ജീവൻ അത് വെളിപ്പെട്ടത് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു. അവൻ മരിച്ചു അടക്കപ്പെട്ടു. അവൻ അഴുകാതെ ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ നമ്മളും ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേൽക്കുമെന്ന് കർത്താവ് വെളിപ്പെടുത്തി. അവൻ മരണത്തെ തോൽപ്പിച്ചു. നിത്യജീവനും അക്ഷയത്വവും, അതായത് മരണത്തിന്റെയും അഴുകലിന്റെയും നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവൻ വെളിപ്പെടുത്തി യേശുക്രിസ്തു. അതിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പള്ളിയിൽ പോകുന്നത്. നമ്മൾ തീർച്ചയായിട്ടും അനുഗ്രഹങ്ങളൊക്കെ കിട്ടും. പക്ഷെ അതൊന്നും അല്ല നമ്മുടെ മെയിൻ കാര്യം. അതൊന്നുമല്ല. മെയിൻ കാര്യം എന്താണ്?
നമുക്ക് നിത്യജീവൻ, നമ്മൾ ഈ പറഞ്ഞ ശരീരത്തിന് ഉയർപ്പിൽ വിശ്വസിക്കുന്നു. ആ ശരീരത്തിന് ഉയർപ്പ് നടക്കണമെങ്കിൽ ദൈവം നമ്മിലേക്ക് ഒരു പ്രാവശ്യം കൂടി ചുവട് വെച്ച് കയറണം. ദൈവം നമ്മിലേക്ക് ഒരു പ്രാവശ്യം വന്നപ്പോഴാണ്, അവന്റെ ആത്മാവ് വന്നപ്പോൾ നമ്മൾ മനുഷ്യരായത്. ഇനി അടുത്ത ജീവന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ദൈവം ഒന്നുകൂടി നമ്മിലേക്ക് വരണം. അങ്ങനെ സംഭവിക്കുന്നതാണ് വിശുദ്ധ കുർബാന. അപ്പോഴാണ് നിത്യജീവൻ, അതായത് മരണത്തിന്റെയും അഴകളുടെ നിയമങ്ങൾക്ക് വിധേയമല്ലാത്ത ജീവൻ നമുക്കുണ്ടാകുക. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ലെന്ന കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ മരിച്ചിട്ട് കർത്താവിന്റെ കൂടെ ആയിരിക്കാനുള്ള മോഹം, ആ മോഹമാണ് ഈ നോമ്പ് കാലത്ത് ഉണ്ടാകേണ്ടത്. ഈ പ്രത്യക്ഷതയെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം, രൂപാന്തരീഭാവം. യേശു അവന്റെ ദൈവത്വം ദൈവത്വം മറച്ചു വെച്ചിരിക്കുന്ന ആ മനുഷ്യത്വം എന്ന തിരച്ചിലെ പതുക്കൊന്ന് പൊക്കി. അപ്പോൾ അവന്റെ ദൈവത്വം കണ്ടു ഈ 3 പേര്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. അവർക്ക് പേടിയായി. അതാണ് അവൻ ദൈവമാണെന്ന് വെളിപ്പെടുത്തുകയാണ്. പക്ഷെ ആ ദൈവമാണെന്ന് വെളിപ്പെടുത്തിയവർ അവിടെ എന്താ ചർച്ച ചെയ്തത്? മോശയും ഏലിയായുമായിട്ട്. ലൂക്കാസ് ലേഖ പറയാണ് 9-ാമത്തെ അധ്യായത്തില്, അടുത്ത് തന്നെ ജെറൂസലേമിൽ നടക്കാനിരിക്കുന്ന പുറപ്പാടിനെ കുറിച്ചാണ്, അതായത് മരണത്തെക്കുറിച്ച്. ഈ ദൈവത്വം വെളിപ്പെടുത്തുമ്പോഴും കർത്താവ് സംസാരിച്ചത് മരണത്തെക്കുറിച്ചാണ്. കാരണം മരിച്ച് പാതാളങ്ങൾക്ക് ഇറങ്ങി അവിടെയുള്ള വിശുദ്ധരെയും ഉയർപ്പിച്ച്, തന്നെ കാത്തിരിക്കുന്നവർ ഉയർപ്പിച്ച് അവൻ സ്വർഗത്തിലേക്ക് പോകുകയാണ്. അപ്പോഴാണ് ഈ മരണവും ഉയർപ്പും, ഈ ആദ്യം വന്നത് ആദ്യത്തെ പ്രത്യക്ഷത ഇതിനു വേണ്ടിയിട്ടാണ്. ഇതിന്റെ വെളിച്ചത്തിലാണ് രണ്ടാമത്തെ പ്രത്യക്ഷത. അപ്പൊ ആദ്യത്തെ പ്രത്യക്ഷതയ്ക്കും രണ്ടാമത്തെ പ്രത്യക്ഷത, രണ്ടാമത്തെ വരവ്, ഇതിനിടയിലുള്ള സമയമാണ് സഭയുടെ കാലയളവ്. അതിനാണ് യുഗാന്തം എന്ന് പറയുന്നത്. ആ യുഗാന്ത കാലയളവിൽ നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് ഈ ആദ്യത്തെ പ്രത്യക്ഷതയിൽ വെളിപ്പെട്ട നിത്യജീവൻ, അക്ഷയത്വം, അത് കിട്ടാനുള്ള മോഹത്തോടെ അവന്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ രണ്ടാമത്തെ വരവില് നമ്മൾ ശരീരത്തോട് ഉയർപ്പിക്കപ്പെടും. ഈ ഒരു വിശ്വാസമില്ലെങ്കിൽ പിന്നെ ക്രിസ്തീയ ജീവിതത്തിനെ അർത്ഥമില്ല. ഇങ്ങനൊരു വിശ്വാസമില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിനെ അർത്ഥമില്ല. മറ്റെല്ലാവരെക്കാളും മോശമായിരിക്കും നമ്മൾ. ഈ ഒരു വിശ്വാസം ജീവിക്കാനാണ് നോമ്പുകാലം. പ്രത്യേകിച്ചും ഈ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ പ്രത്യക്ഷത, 2 പ്രത്യക്ഷതകളാണ്. ഒന്ന് മനുഷ്യാവതാരം, മറ്റൊന്ന് അവൻ രണ്ടാമത്തെ വരവ്. മനുഷ്യാവതാരത്തിലൂടെ അവൻ വെളിപ്പെടുത്തിയത് നമ്മുടെ ശരീരം തന്നെ ഉയർപ്പിക്കപ്പെടുമെന്നാണ്. അതിനു വേണ്ടിയാണ് നമ്മുടെ ശരീരത്തെ പരിശുദ്ധാത്മന്റെ ആലയമാക്കുന്നത്. അങ്ങനെ പരിശുദ്ധ ആലയമായ ശരീരത്തിലേക്കാണ് അവൻ കുർബാനയിലൂടെ എഴുന്നള്ളി വരുന്നത്. അപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന, ജീവിക്കുന്ന സക്രാരിയായിട്ട് മാറുകയാണ്. ആ സക്രാരിയിലിരിക്കുന്ന കർത്താവാണ്, ആ പെട്ടിക്കകത്തിരിക്കുന്ന കർത്താവാണ് നമ്മുടെ ഉള്ളിലേക്ക് വരണേ. ആ പെട്ടിക്കകത്ത് അവൻ അങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. നമ്മിലേക്ക് വരുമ്പോഴോ ഉദരത്തിലേക്കല്ലേ പോണേ അവൻ. അപ്പൊ നമ്മുടെ രക്തവും മാംസത്തിന്റെ മാംസമായി നമ്മളായിട്ട് ഒന്നാകുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്ന സക്രാരിയാണ് നമ്മളെന്ന് പറയണേ. പൗലോസ് പറഞ്ഞത് നമ്മൾ പരിശുദ്ധാത്മന്റെ ആലയമാണെന്നാണ്. ഞാൻ ഒരു പടി കൂടി കടന്നു പറയാണ്, നമ്മൾ സഞ്ചരിക്കുന്ന സക്രാരിയാണ്. നമ്മുടെ ശരീരം ഉയർപ്പിക്കപ്പെടാനുള്ളതാണ്. എത്രയോ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ ശരീരം. നമുക്ക് തെറ്റുകുറ്റങ്ങൾ വരാം. അതിനാണ് കുമ്പസാരിച്ച് നമ്മൾ വീണ്ടും നിർമ്മലരായി ഈ കർത്താവ് നമ്മിലേക്ക് വന്ന് ഇപ്പോഴത്തെ പ്രത്യക്ഷതയിൽ നമ്മൾ അവനെ സ്വീകരിക്കുമ്പോൾ അവന്റെ രണ്ടാമത്തെ വരവില് നമ്മൾ ഈ ശരീരത്തോടു കൂടി തന്നെ മറ്റൊരു രൂപാന്തരം വന്ന ശരീരം ഉയർപ്പിക്കപ്പെട്ട് ദൈവത്തെ മുഖത്തോട് മുഖം കാണുന്ന അവസ്ഥയുണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ.